ഹലോ സ്റ്റുഡൻസ്, അപ്പൊ എല്ലാവരും ക്രിസ്മസ് എക്സാമിലേക്ക് റിസൾട്ട് ഒക്കെ കിട്ടി പേപ്പറൊക്കെ വാല്യൂ ചെയ്തിട്ട് നമ്മളിപ്പോ അടുത്തൊരു മോഡൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെ. നമുക്ക് വരാൻ പോകുന്നത് മോഡൽ എക്സാമും SSLC എക്സാമും ആണ്. അപ്പോ ഇത്രയും കാലം നമ്മൾ അറ്റൻഡ് ചെയ്ത പോലെ എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ചുകൂടെ അധികമാക്കിയിട്ടുണ്ടാവും, കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ടാവും, ടൈറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, സ്മാർട്ട് അപ്പിന് ഈ ലൈവുകളിൽ നമ്മൾ SSLCയിലും മോഡലും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കണം. ഫ്രണ്ട്സിന് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാ ടീച്ചേഴ്സും പ്രിപ്പയർ ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലേക്കുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ എന്താണ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അല്ലെ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത്, ഇംഗ്ലീഷിലെ പോയത്തിന്റെ അപ്രിസിയേഷൻസ് ആണ്. ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. ഈ സെഷൻസ് വാട്ടപ്പിന്റെ എല്ലാ സെഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ സ്കോർ ചെയ്യുന്നതിൽ ഡബിളോ ട്രിപ്പിളോ മാർക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. അപ്പൊ എല്ലാ സെഷനും നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ സാറ് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിന് അല്ലെ. ഇംഗ്ലീഷ് നമുക്ക് മൊത്തത്തിൽ എത്ര യൂണിറ്റുകൾ ഉണ്ട്? 5 യൂണിറ്റ് ഉണ്ട് അല്ലെ. ഓരോ യൂണിറ്റിലും 3 ചാപ്റ്റർ വെച്ചിട്ട് മൊത്തത്തിൽ എത്ര ചാപ്റ്റർ വരുന്നുണ്ട്? 15 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ചാപ്റ്റർ ആണ് അല്ലെ. 2 പ്രോസും ഒരു പോയം ആയിരിക്കും. പ്രോസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയോ നറേഷനോ ഓട്ടോബയോഗ്രഫിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോസ്. ഇനി മൂന്നാമതൊരു ചാപ്റ്റർ ഉണ്ടാവുമല്ലോ എല്ലാ യൂണിറ്റിലും, ഒരു പോയം ഉണ്ടാവും അല്ലെ. അപ്പൊ പോയം നമുക്ക് മൊത്തത്തിൽ 5 യൂണിറ്റ്, ഓരോ യൂണിറ്റിലും ഓരോ പോയംസ് വെച്ചിട്ട് മൊത്തം 5 പോയംസ് നമുക്ക് ഈ SSLCയിൽ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ടോട്ടലി 5 പോയംസ് പഠിക്കാനുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വർഷം ഇംഗ്ലീഷിൽ എക്സാംസ്, ഇപ്പൊ 1 ക്ലാസ് ഇംഗ്ലീഷ് എക്സാം UKG മുതൽ എഴുതുന്നുണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയിട്ട് ആ ഒരു ഇംഗ്ലീഷിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ഒക്കെ മാറി അല്ലെ. നിങ്ങൾ പോയത്തിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുകളാണ് മെയിൻ ആയിട്ട് പോയത്തിൽ നിന്ന് ചോദിക്കുക അല്ലെ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ? ഒന്നാമത്തത് പോയത്തിന് എന്ത് ചോദിക്കാം, അപ്രിസിയേഷൻ ചോദിക്കാം. രണ്ടാമത് പോയത്തിന് മറ്റൊരു ക്വസ്റ്റ്യൻ വരും. ഏതായിരുന്നു? പോയത്തിലെ 2 3 സ്റ്റാൻസേഴ്സ് വന്നിട്ട് അതിൽ നിന്ന് എന്ത് ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് പോയത്തിന് എന്ത് വരാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 മാർക്കിനടുത്ത് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, പോയത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഒരു ടോപ്പിക് ആണെന്ന് വെച്ചാൽ അപ്രിസിയേഷൻ. പോയത്തിന് എന്ത് എഴുതാം, അപ്രിസിയേഷൻ എഴുതാം. എന്താണ് അപ്രിസിയേഷൻ? മലയാളത്തിൽ നമ്മൾ കവിതകളിലേക്ക് ആസ്വാദന കുറിപ്പ് എഴുതാന്നൊക്കെ പറയും അല്ലെ. അതുപോലെ കവിതയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലായത് അതാണ് നമ്മൾ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് അപ്രിസിയേഷൻ. പോയം എപ്പോഴും വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കും അല്ലെ. വളരെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ, പക്ഷെ അതിന് ഇന്നർ മീനിങ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അപ്രിസിയേഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഷോർട്ടായിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ല. എങ്ങനെ ചെയ്യണം, അതിലെ ഇന്നർ മീനിങ്സും കൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടതായിട്ട് വരും. കുറച്ച് പുതിയ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ അറ്റൻഡ് ചെയ്യുന്നത്, എന്താണ് ഒരു അപ്രിസിയേഷൻ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? 5 പോയം എന്തൊക്കെയാണ്, അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നോട്ട് ബുക്കും, 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഒരു ഫ്രഷ് ആയിട്ട് നോട്ട് ബുക്കും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് തന്നിട്ടുണ്ടാവും, പോയത്തിന് അപ്രിസിയേഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ അതും ഒന്ന് എന്ത് ചെയ്യാൻ എടുത്തു വെക്കാം. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ഒരു നോട്ട് ബുക്കും, ഒരു ഫ്രഷ് ആയിട്ടുള്ള നോട്ട് ബുക്ക് നിങ്ങൾക്ക് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എഴുതി പോകാനായിട്ടാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി പോകാനായിട്ടാണ്. പിന്നെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു അപ്രിസിയേഷൻ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ നിങ്ങൾ നോക്കുന്നതിന് മനസ്സിലാവും അല്ലെ. അപ്രിസിയേഷൻ കുറേ ഉണ്ടാവും. സോഷ്യൽ പഠിക്കുന്ന പോലെ 1 2 3 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു അപ്രിസിയേഷൻ പഠിക്കുന്നത്, പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓക്കെ അല്ലേ? അത് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഇംഗ്ലീഷിന്റെ പോയത്തിന്റെ അപ്രിസിയേഷൻ ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പോയത്തിന്റെ അപ്രിസിയേഷൻ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്ത് വരുന്നത്, അപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ഓൾറെഡി കുറച്ച് പേരൊക്കെ നല്ല തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാതെ എങ്ങനെ ഈസി ആയിട്ട് അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും നോക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സോഷ്യൽ ഇതുപോലുള്ള
സബ്ജക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് DNA? ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. ഈ ഒരു ആൻസർ മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. വേറൊരു ആൻസർ എഴുതാൻ പറ്റും ഇല്ല. അപ്പോൾ മിസ്സുമാരെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു ആൻസർ കീയിൽ എന്തുണ്ടാവും? ഇത് എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? മാർക്ക് കൊടുക്കാം. അല്ല, ഇനി ഇംഗ്ലീഷിലേക്ക് മലയാളം പോലുള്ള ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് ടീച്ചേഴ്സിന് കയ്യിൽ ഇങ്ങനെ ആൻസർ കീയിൽ ഇങ്ങനെ ഉണ്ടാവും. ഡയറി നിങ്ങൾ ഇത് തന്നെ എഴുതണം, എന്നാലേ മാർക്ക് തരുള്ളൂ. അതിലൊരു സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ലൈനോ മാറിപ്പോയ മാർക്ക് തരും. അങ്ങനെ എപ്പോഴെങ്കിലും വരും? ഇല്ല. അപ്പോൾ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഒരു ആൻസർ കീ ഉണ്ടാവും. കറക്റ്റ് ടീച്ചേഴ്സിന്റെ കയ്യിൽ ഒരു ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീ ഇടത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവും. ഇംഗ്ലീഷിൽ ബാക്കി ഒരു മാർക്കിന് ക്വസ്റ്റ്യൻസിലേക്ക് എന്തുണ്ടാവും? ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് ഇൻ ഓൺ നിങ്ങൾ ഗ്രാമർ പോർഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ ഓൺ അതൊക്കെ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ അപ്രിസിയേഷൻ, ഡയറി, ലെറ്റർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊന്നും മിസ്സുമാരുടെ കയ്യിൽ എന്തിട്ടുണ്ടാവില്ല, മൊത്തത്തിലുള്ള ആൻസർ ഉണ്ടാവില്ല. പകരം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ടീച്ചേഴ്സിന് ഉണ്ടാവും. ഇന്നട്ടോ കാര്യങ്ങൾ ഇരിക്കഴിഞ്ഞാൽ 1 മാർക്ക്, ബാക്കി ഇന്ന കാര്യങ്ങൾ ഇരിക്കഴിഞ്ഞാൽ 2 മാർക്ക്, പ്രസന്റേഷൻ 1 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അത് നമ്മൾ പോയതിന്റെ അപ്രിസിയേഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനുള്ളത് നമുക്ക് ആ അപ്രിസിയേഷൻ 3 ആക്കി തിരിക്കാൻ പറ്റും. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന മാർക്ക് എന്ന് വെച്ചാൽ 1 മാർക്കാണ് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. രണ്ടാമത് എന്ന് വെച്ചാൽ തീം. എങ്ങനെയാണ് ഈ പോയത്തിന്റെ തീം, എന്തൊക്കെയാണ് ആ പോയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇന്നർ മീനിങ് ആയിട്ട് വരുന്നത്, അത് എഴുതിക്കാൻ 2. ഇനി അവസാനത്തെ ഒരു ഭാഗമാണ് പോയറ്റിക് ഡിവൈസ്. നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോവാം. അതിനും 2 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് പോയത്തിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലേ? മൊത്തത്തിൽ 5 മാർക്കില് 1 മാർക്ക് ഇൻട്രൊഡക്ഷന്, 2 മാർക്ക് തീം കറക്റ്റ് ആയിട്ട് എഴുതുന്നതിന്, 2 മാർക്ക് എന്തിനാണ്? പോയറ്റിക് ഡിവൈസിനാണ് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലെ? നമുക്ക് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാം. തീം എന്താണ്? നിങ്ങൾക്ക് ഒരിക്കലും എന്ത് തരില്ല, ഒരു പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം ദ മിറർ, അങ്ങനെ ഒരിക്കലും വരില്ല. ആ മിറർ എന്നുള്ള പോയത്തിന്റെ മൊത്തം അപ്രിസിയേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മനസ്സിലാവും. 2 സ്റ്റാൻസയോ 1 സ്റ്റാൻസയോ 3 സ്റ്റാൻസയോ തരും. എന്നിട്ട് അതിന്റെ എന്ത് എഴുതാനായിട്ട് പറയും? അപ്രിസിയേഷൻ എഴുതാനായിട്ട് പറയും. ഓക്കെ അല്ല, മൊത്തത്തിൽ എഴുതാനായിട്ട് പറയും ഇല്ല. എന്ത് മാത്രമേ പറയുള്ളൂ? 1, 2, 3 സ്റ്റാൻസ് ഉണ്ട്. അതിന്റെ മാത്രം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? അപ്രിസിയേഷൻ എഴുതിയാൽ മതി. ഓക്കെ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാൻസിൽ എന്താണ് തന്നിരിക്കുന്നത് അതിന്റെ മീനിങ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ മൊത്തത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോയി കംപ്ലീറ്റ് ചെയ്ത് കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലെ? ഇനി 3ാമത്തെ ഭാഗം എന്ന് വെച്ചാൽ പോയറ്റിക് ഡിവൈസ്. ആ പോയറ്റിക് ഡിവൈസ് ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പോയറ്റിക് ഡിവൈസ് നമുക്ക് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. പോയറ്റിക് ഡിവൈസുകൾ നോക്കാം, ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോ പോയറ്റിക് ഡിവൈസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെറുതെ കുറെ ലൈൻ എഴുതി കഴിഞ്ഞാൽ പോയത്തിന്റെ ഒരു ഈണം ഉണ്ടാവും. പോയത്തിനുള്ള പ്രത്യേകത ഒരു ഈണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? കവിതകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഈണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാടി പോകാനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഈണമില്ലെങ്കിൽ കവിത നമുക്ക് വായിക്കാൻ തോന്നും ഇല്ല. അപ്പൊ കവിതകളെ കൂടുതൽ നമ്മുടെ പോയംസിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മാറ്റം പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് വെച്ചാൽ പോയറ്റിക് ഡിവൈസ്. പോയറ്റിക് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ പോയം കൂടുതൽ എന്താവും? നമുക്ക് റൈം ചെയ്യാനായിട്ട് കൂടുതൽ എന്താവും? ഭംഗിയായിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എല്ലാവരും നല്ല കറക്റ്റ് പഠിച്ച് തെറ്റായിട്ടിരിക്കുന്നതായിരിക്കും. സാറൊന്നും എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്തോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. പോയറ്റിക് ഡിവൈസ് ഇത് മെയിൻ ആയിട്ട് ഈ ഒരു 10th പഠിക്കാൻ ഇത്രയും പോയറ്റിക് ഡിവൈസ് ആണ്. എത്രയാണെന്ന് നോക്കിയേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയറ്റിക് ഡിവൈസ് പഠിക്കും. പക്ഷെ 10 പോയറ്റിക് ഡിവൈസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? എന്താണ് മനസ്സിലാക്കുക ആ പോയറ്റിക് ഡിവൈസിന്റെ മീനിങ് എന്താണ്, ആ പോയറ്റിക് ഡിവൈസിന്റെ അർത്ഥമാക്കുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത് നമുക്ക് നോക്കാം. ഒന്നാമത് പോയറ്റിക് ഡിവൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസ് ആണ് എന്ത്? പേഴ്സോണിഫിക്കേഷൻ. എന്തായിരുന്നു? പേഴ്സോണിഫിക്കേഷൻ. സാർ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെടുത്ത് വെക്കണം? ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കണം, മറ്റൊരു നോട്ട് ചെയ്ത് പോവാം. എന്നിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, എക്സാക്ട് ആയിട്ടുള്ള മീനിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതി വെച്ചാൽ മതി. അത് പിന്നീട് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വീണ്ടും മനസ്സിലാവും. അല്ലാതെ ഇപ്പൊ നിങ്ങൾ മൊത്തത്തിലോ പേഴ്സോണിഫിക്കേഷൻ ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എക്സാം സമയം എടുത്ത് നോക്കുന്ന സമയത്ത് മറിച്ച് നോക്കില്ലേ, അപ്പൊ അത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്ന ആ രീതിയിൽ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ പോയിന്റ്സ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ സെന്റൻസ് ആയിട്ട്, അത് വാട്ടർ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ അല്ലേ? അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്താന്ന് പറയാം. എന്താണ് പേഴ്സോണിഫിക്കേഷൻ ഉള്ള പോയറ്റിക് ഡിവൈസ്? പേഴ്സോണിഫിക്കേഷൻ എഴുതണ്ട്. പേഴ്സൺ ശ്രദ്ധിച്ചായിരുന്നു? പേഴ്സോണിഫിക്കേഷൻ, പേഴ്സൺ. ജീവനില്ലാത്തൊരു വസ്തുവിനെ ജീവനുള്ള വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യും. ജീവനില്ലാത്തൊരു വസ്തുവിനെ എന്ത് ചെയ്യാം? ജീവനുള്ള ഒരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യും.
നിങ്ങൾ മലയാളത്തിൽ നമുക്ക് പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പോവാം, മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഈ നദി ഒഴുകി വരുന്നു, നദി എന്തായിട്ട് വിളിക്കും? അവൾ ഒഴുകി വരുന്നു. നദി ഒഴുകി വരുന്നു എന്ന് പറയും ഇല്ല, അവൾ ഒഴുകി വരുന്നു എന്നൊക്കെ പറയും അല്ലെ. നദി ആണാണോ പെണ്ണാണോ അതിന്റെ ജെൻഡർ നമുക്കറിയാം ഇല്ല. പക്ഷെ ആ നദിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത്? ഒരു സ്ത്രീ ആയിട്ട് കൺസിഡർ ചെയ്ത് അവൾ എന്ന് വിളിച്ചു അല്ലെ. ഇതെന്തിന്റെ ഉദാഹരണമാണ്? പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. ഓക്കെ അല്ലെ, ക്ലിയർ ആണ്. അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു നോൺ ലിവിങ് തിങ്ങിനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാം? ലിവിങ് തിങ്ങുമായിട്ട് കമ്പയർ. അതൊക്കെ അല്ലേ എല്ലാവർക്കും? ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് ആലിട്രേഷൻ. വാട്ട് ഈസ് ആലിട്രേഷൻ അല്ലെ? എല്ലാവർക്കും അറിയാം, സാധാരണ നല്ല പറയാം, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ആലിട്രേഷൻ എന്ന് വെച്ചാൽ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു ലൈൻ എടുക്കാം, അതിൽ സെയിം സൗണ്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരാം. ലൈനിൽ സെയിം സൗണ്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരാം. സാർ ഒരു കാര്യം ഇവിടെ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എല്ലാവർക്കും കൂടെ കാണുന്നില്ലേ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇതൊരു പോയത്തില്ല, ഞാൻ മുമ്പ് പഠിച്ചിട്ടുള്ള പോയത്തില്ല ഒരു ലൈനാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇത് ഒരു ആലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. സാർ ഓൾറെഡി പറഞ്ഞു, ആലിട്രേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു ലൈനിൽ എന്ത് ചെയ്യുക? സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരാം. ഇവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നോക്കി, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എം എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? മാൻ മെയ്ഡ് മാൻ. എം എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ആലിട്രേഷൻ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന പോയത്തിൽ വേണ്ടി നമ്മൾ പോയത്തിന്റെ അപ്രിസിയേഷൻ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പോകും. ഓക്കെ, അപ്പോ ആലിട്രേഷൻ എന്താണെന്ന് ക്ലിയർ അല്ലേ? ഒരു സൗണ്ട് ഒരു ലൈനിൽ എന്ത് ചെയ്യാം? സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരാം. ഇനി അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് റൈമിംഗ് സ്കീം. സിമ്പിൾ ആണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള റൈമിംഗ് സ്കീം. ABCB എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ ആണ്. അത് നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. പിന്നീട് കമ്പയർ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് സിമിലിയും മെറ്റഫോർ. സിമിലിയും മെറ്റഫോർ. സിമിലി മെറ്റഫോർ രണ്ടും കമ്പയർ ചെയ്ത് പെട്ടെന്ന് പഠിച്ചു വെക്കാം. സിമിലി എന്ന് പറഞ്ഞാലും മെറ്റഫോർ എന്ന് പറഞ്ഞാലും ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യലാണ്. സിമിലി എന്ന് പറഞ്ഞാലും മെറ്റഫോർ എന്ന് പറഞ്ഞാലും എന്താണ്? ഒന്നിനെ എന്ത് ചെയ്യാം? മറ്റൊന്നിനോട് എന്ത് ചെയ്യാം? കമ്പയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് സിമിലി ഓർ മെറ്റഫോർ. ഓ സാറേ, അങ്ങനെ സിമിലി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ മെറ്റഫോർ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? എന്തിനാ രണ്ടുപേര് നമ്മൾ പഠിക്കുന്നത്? അപ്പൊ അവർ തമ്മിൽ എന്തൊരു വ്യത്യാസമില്ലേ? ആ വ്യത്യാസം ശ്രദ്ധിച്ചു. സിമിലി എന്ന് പറഞ്ഞാലും മെറ്റഫോർ എന്ന് പറഞ്ഞാലും എന്താണ്? ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യലല്ലേ? ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പുലിയാണ്. ഞാൻ ആരാണ്? പുലിയാണ്. ഇല്ല, രാജമാണിക്ക് സിനിമ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗാണ്, എന്താണ്? പുലിയാണ്. ഇല്ല, അവൻ പുലിയാണെന്നൊക്കെ പറയും അല്ലെ? ഞാൻ പുലിയാണ്. ഞാൻ പുലിയെ പോലെയാണ്. ഞാൻ പുലിയാണ്. ഞാൻ പുലിയെ പോലെയാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും ഞാൻ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പുലിയാണ് അല്ലെ? രണ്ടാമത്തെ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? പുലിയെ പോലെയാണ്. രണ്ട് കേസിലും എന്നെ ഞാൻ ആരോട് കമ്പയർ ചെയ്തു? പുലിയോട് കമ്പയർ. ചിലപ്പോ എന്തായിരിക്കും? എന്റെ സ്വഭാവം പുലിയെ പോലെ ഭയങ്കര അഗ്രസീവ് ആണെന്നായിരിക്കും അല്ലെ? രണ്ട് കേസിലും ഞാൻ എന്താ ചെയ്തത്? എന്റെ സ്വഭാവം ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്തു? പുലിയുമായിട്ട് കമ്പയർ ചെയ്തു. അത് ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ രണ്ട് സെന്റൻസ് തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പുലിയാണ്. ഞാൻ പുലിയെ പോലെയാണ് അല്ലെ? രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ എന്ത് ഉപയോഗിച്ചു? ഞാൻ പുലിയെ പോലെയാണ് ഉപയോഗിച്ചു. പോലെ. ഓക്കെ ആണോ? ആ വ്യത്യാസം മനസ്സിലായോ? ഒന്നാമത്തെ കേസിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പുലിയാണ്. രണ്ടാമത്തെ കേസിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പുലിയെ പോലെയാണ്. ഇവിടെ വന്ന വ്യത്യാസം എന്താണ്? രണ്ട് കേസിൽ ഞാൻ എന്താ ചെയ്ത? എന്നെ ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്തു? പുലിയുമായിട്ട് കമ്പയർ ചെയ്തു. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പുലിയെ പോലെയാണെന്ന് പറഞ്ഞു. ഇതാണ് സിമിലി. പോലെയാണെന്ന് പറയുന്നതാണ് സിമിലി. അത് തന്നെയാണെന്ന് പറയുന്നതാണ് മെറ്റഫോർ. ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കേട്ടോ എന്ന് പറയുന്നതാണ് എന്ത്? മെറ്റഫോർ. ഇത് അതുപോലെയാണ് കേട്ടോ എന്ന് പറയുന്നതാണ് എന്ത്? സിമിലി. അപ്പൊ സിമിലി എന്ന് പറയുമ്പോൾ എന്ത് വരാം? ലൈക്കോ, ലൈക്ക്, അല്ലെങ്കിൽ ആസോ, ഈസ് ലൈക്ക് ദാറ്റ്, ഈസ്, അങ്ങനെ വരില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് സിമിലി. ലൈക്കോ, ഒരാളെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്കോ ആസോ വന്നാൽ എന്തെന്ന് വിളിക്കാം? സിമിലി എന്ന് വിളിക്കാം. അത് തന്നെയാണെന്ന് പറഞ്ഞാൽ എന്തെന്ന് വിളിക്കാം? മെറ്റഫോർ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാവും വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരാളിലേക്ക് പോവാം. അടുത്ത ആളാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ്. പോയറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ് എന്ത്? റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്താ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്? പോയെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെ ഒരാളുടെ തോട്ടം ഇങ്ങനെ പറഞ്ഞു പോലെ ആയിരിക്കും അല്ലെ? അവിടെ എന്തുണ്ടാവാൻ സാധ്യതയില്ല.
ഓതറും അതുപോലെ റീഡറും തമ്മിൽ എന്തുണ്ടാവാൻ സാധ്യതയില്ല, കണക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ക്ലാസ് നടത്താണ്. ക്ലാസ് നടത്തുന്ന സമയത്ത് വെറുതെ ടീച്ചറിന് ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ എന്താ പ്രശ്നം? ബോറടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉറക്കം നോക്കി പോകും. നേരെ മറിച്ച് ടീച്ചറെ ക്ലാസ് എടുത്ത സമയത്ത് പെട്ടെന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ കൂടുതൽ എന്താവും? ആ ക്ലാസ്സിൽ എന്താവും? ഇന്ററാക്റ്റഡ് ആവും അല്ലെ? അതുപോലെ ഓതർ റീഡറും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരാൻ വേണ്ടി പോയത്തിൽ എന്ത് ഉപയോഗിക്കും? ചോദ്യങ്ങൾ ചോദിക്കും. അല്ലേ, പുഴ ഒഴുകുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പോയത്തിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ്. റീഡറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പോയത്തിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ വിളിക്കുന്ന പേരാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആളാണ് നമ്മൾ വരുന്നത് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്. ഇത് മൂന്നും കമ്പയർ ചെയ്ത് പഠിക്കാം. നേരത്തെ സിമിലി മെറ്റഫറും കമ്പയർ ചെയ്ത് പഠിച്ച പോലെ ഇത് മൂന്നും കമ്പയർ ചെയ്ത് പഠിക്കാം. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്. ഓക്കെ, ഇമേജ്. ഇപ്പോ ആദ്യം വിഷ്വൽ ആണ്. കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്നവരാണ് വിഷ്വൽ. കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വിളിക്കുന്നവരാണ് ഓഡിറ്ററി. സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിളിക്കുന്ന പേരാണ് ഓൾഫാക്ടറി. കൂടുതൽ മലയാളത്തിലെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു. 3 ഇമേജ് കേട്ടോ. കാണാൻ പറ്റുന്നത് വിഷ്വല്, കേൾക്കാൻ പറ്റുന്നത് ഓഡിറ്ററി, സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഓൾഫാക്ടറി. ഓക്കെ അല്ലേ? ഇനി പോയത്തില് ഇങ്ങനെ ചെന്ന സമയത്ത് എന്റെ ഫ്രണ്ടിലൂടെ ആരോ ഒഴുകുന്നുണ്ട്, ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അതെനിക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ കിളികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ഇതെന്ത് ഇമേജ് ആണ്? വിഷ്വൽ ഇമേജ് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഓഡിറ്ററി ഇമേജ്. അതിലൂടെ കുക്കിംഗ് ഓഫ് ബേർഡ്സ്. ബേർഡ്സിന്റെ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ കാറ്റത്ത് ഇലകൾ അനങ്ങുന്ന ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പോയത്തിൽ പറയുന്നതെന്ന് വെച്ചു അത് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. അതെന്ത് ഇമേജ് ആണ്? ഓഡിറ്ററി ഇമേജ് ആണ്. ഇനി ഫ്ലവേഴ്സിന്റെ സ്മെല്ല്, എനിക്ക് എന്ത് ഫ്ലവേഴ്സിന്റെ സ്മെല്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സംഭവം വരുന്നുണ്ട്. ഇതൊക്കെ പോയത്തിൽ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില് ഇതാണ് ഓൾഫാക്ടറി ഇമേജ്. ഓക്കെ അല്ലെ? പോയത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ വിഷ്വൽ ഇമേജ്, കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓഡിറ്ററി ഇമേജ്, സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓൾഫാക്ടറി ഇമേജ്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് പോയറ്റിക് ഡിവൈസ് ആണ് റിഫ്രെയിൻ. ആരാണ്? റിഫ്രെയിൻ. റിഫ്രെയിൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു പോയത്തില് നിങ്ങൾ ചില പോയംസ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റാൻസയുടെ തുടക്കമോ അവസാനമോ. ഒരു പോയത്തിൽ 3-4 സ്റ്റാൻസുകൾ ഉണ്ടാവുമല്ലോ. ഒരു സ്റ്റാൻസയുടെ തുടക്കമോ അവസാനമോ സെയിം ലൈൻ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരും. ഒരു വ്യത്യാസമില്ലാതെ സെയിം ലൈൻ എന്ത് ചെയ്ത്, നിങ്ങളിപ്പോ മലയാളത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ചില പാട്ടുകൾ എന്ത് സംഭവിക്കും? എല്ലാ ലൈനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവസാനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? കല്യാണ സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് എന്ത് പറയും? ഒന്നാം മല കയറി പോകണ്ടേ, ആ പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടിൽ എന്താ ചെയ്യുന്ന? ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലകുഞ്ചാണ്. ഈ ഒന്നാം മല എന്നുള്ള ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ? എല്ലാ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? 10ാം മല എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിനെ വിളിക്കുന്നവനാ റിഫ്രെയിൻ. അപ്പൊ അതുപോലെ ഒരു പോയത്തില് ഒരു സ്റ്റാൻസിയുടെ തുടക്കമോ അവസാനം സെയിം ലൈൻ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനത്തെ പോയറ്റിക് ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് റിഫ്രെയിൻ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 10 പോയറ്റിക് ഡിവൈസുകളാണ് ഇപ്പൊ പറഞ്ഞു പോയത്. ജസ്റ്റ് പോയറ്റിക് ഡിവൈസുകൾ എന്താണ് മാത്രമേ, അതിന്റെ എന്താണ് അർത്ഥമാക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല. വാട്ട് ഈസ് ആലിട്രേഷൻ? ക്വസ്റ്റ്യൻ വരില്ല. ചോദിക്കാൻ പോകുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, പോയത്തിൽ 2-3 സ്റ്റാൻസ് ഉണ്ട്, അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറയില്ലേ? അതിന്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റാൻസ് വന്നിട്ടുണ്ട്, അതിലൊരു ലൈൻ എടുത്ത് ഇങ്ങനെ കാണിച്ചു. ഈ ലൈനിൽ വിഷ്വലൈസ്ഡ് ആകുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ ഈ ലൈനിൽ കാണപ്പെടുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഏത് പോയറ്റിക് ഡിവൈസ് നമുക്ക് ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലെ? നമുക്ക് 10 എന്താണ് പോയറ്റിക് ഡിവൈസ് ആണ്. ഒന്നാമത്തെ ആളാരാണ്? പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നോൺ ലിവിങ് തിങ്ങിനെ ലിവിങ് തിങ്ങുമായിട്ട് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. രണ്ടാമത്തെ ആളാരാണ്? ആലിട്രേഷൻ അല്ലെ? ആലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈനിൽ, പല ലൈനിലല്ല കേട്ടോ, ഒരു ലൈനിൽ എന്ത് ചെയ്യുക? സെയിം സൗണ്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തത് എന്താണ്? റൈമിംഗ് സ്കീം. അത് റൈമിംഗ് വേർഡ്സ് വെച്ചിട്ട് പോയത്തിലുള്ള സ്റ്റാൻസയുടെ അവസാനത്തുള്ള റൈമിംഗ് വേർഡ്സ് നമ്മൾ ചെയ്യുന്നത്. അതിന് അടുത്ത നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. 4, 5 സിമിലിയും മെറ്റഫർ. സിമിലി എന്ന് പറഞ്ഞാലും മെറ്റഫർ എന്ന് പറഞ്ഞാലും എന്താണ്? ഒന്നിനെ മറ്റൊന്നിനോട് എന്ത് ചെയ്യുക? കമ്പയർ. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമിലിയിൽ എന്ത് ഉപയോഗിക്കും? ലൈക്കോ ആസോ ഉപയോഗിക്കും. ഇതിൽ മെറ്റഫർ ആണെങ്കിൽ അത് തന്നെയാണ് പറയാം. പിന്നീട് വരുന്ന റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്.
പോയത്തിൽ റീഡറിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ വിളിക്കുന്ന പേരാണത് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. പോയത്തിൽ അത് റീഡറുമായിട്ട് ഓതർ റീഡർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പറയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്. പോയത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ വിഷ്വൽ ഇമേജ്, കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓഡിറ്ററി ഇമേജ്, സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ഓൾഫാക്ടറി ഇമേജ്. ലാസ്റ്റ് വൺ റിഫ്രെയിൻ. എന്താണ് റിഫ്രെയിൻ എന്ന് വെച്ചാൽ ഒരു പോയത്തിൽ എന്ത് ചെയ്യാം, സ്റ്റാൻസർ തുടക്കമോ അവസാനമോ സെയിം ലൈൻ എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു പോയത്തിൽ വരുന്നത് നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പൊ എല്ലാവർക്കും പോയട്രി ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ അപ്പൊ നമുക്കിപ്പോ പോയറ്റിക് ഡിവൈസുകൾ എന്താണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ നമുക്ക് ഇനി പോകേണ്ടത് എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ എഴുതേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി തുടക്കമേ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ത്, അപ്രിസിയേഷൻ. മൊത്തം എത്ര മാർക്കായിരുന്നു? 5 മാർക്ക് അല്ലെ? 5 മാർക്ക് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ 1 മാർക്ക്, തീമിന് 2 മാർക്ക്, പോയറ്റിക് ഡിവൈസിന് 2 മാർക്ക്. മൊത്തം അപ്പൊ എത്ര മാർക്ക് വരും? 5 മാർക്ക് വരും. ഇനി ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പോയം ആരാണ് എഴുതിയേക്കുന്നത്, ആ പോയത്തിന്റെ പേരെന്താണ്, ആ പോയത്തിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്താണ്. ഇത് 3 കാര്യങ്ങളുമാണ് എവിടെ വരേണ്ടത്? ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത്. ഓക്കെ അല്ലെ? ആരാണ് ആ പോയം എഴുതിയേക്കുന്നത്, ആ പോയത്തിന്റെ പേരെന്താണ്, ആ പോയത്തിൽ ആ ഒരു പോയം എന്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ചില പോയംസ് എന്ത് ചെയ്യുന്നുണ്ട്, നേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ? ചില പോയംസ് എന്തിനെ കുറിച്ചായിരിക്കും, നമ്മുടെ മഴയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പോയംസുകൾ വരുന്നുണ്ട് അല്ലെ? പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനത്തെ ഒരു പോയം വരുന്നില്ല നമുക്ക്. പക്ഷെ എന്താണ് ഒരു പോയത്തിന്റെ ബേസിക് ആയിട്ടുള്ള തീം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ വരേണ്ടത്. അത്രയും കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്തേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. 3 കാര്യങ്ങൾ മാത്രം വന്നോന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തത് ഓതറുടെ പേര്, രണ്ടാമത്തത് പോയത്തിന്റെ പേര്, മൂന്നാമത്തത് എന്തായിരുന്നു ആ പോയത്തിന്റെ ബേസിക് തീം. എന്താണ് ആ പോയം, എന്താണ് ആ പോയത്തിൽ നമ്മൾ പറയുന്നത്, എപ്പോഴാണ് ആ പോയം നടക്കുന്നത് എന്നുള്ളത്, ആ കാര്യങ്ങൾ മാത്രം മതി. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാല് തീം എഴുതാം. തീം ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ട് പോയത്തിന് 4 or 5 സ്റ്റാൻസസ് ഒക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ എക്സാമിന് അത്രയും തരണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോ എന്ത് തരുള്ളൂ, ഒരു സ്റ്റാൻസേ തരുള്ളൂ. അപ്പൊ എന്ത് മാത്രം ചെയ്താൽ മതി, ആ ഒരു സ്റ്റാൻസയുടെ മീനിങ് എന്താണ്, ആ 1 or 2 സ്റ്റാൻസയുടെ മീനിങ് എന്താണെന്ന് മാത്രം എന്ത് എഴുതിയാൽ മതി, എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് എന്താണോ വായിച്ചിട്ട് മനസ്സിലായത് അത് അടുത്ത പാരഗ്രാഫ് ആക്കി എഴുതാം. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് എഴുതി, ഇൻട്രൊഡക്ഷൻ എഴുതി. രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് എഴുതണം, ആ തന്നേക്കുന്ന സ്റ്റാൻസയുടെ മീനിങ് എന്താണെന്ന് എന്ത് ചെയ്യണം, എഴുതണം. ലാസ്റ്റ് പാരഗ്രാഫ് എന്തായിരുന്നു, പോയറ്റിക് ഡിവൈസ്. ആ പോയത്തില് ഏതെല്ലാം പോയറ്റിക് ഡിവൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. 5 മാർക്ക് കേട്ടോ. 5 മാർക്ക് അവിടെ പോയത്തിന് വീണ്. ഇത്രയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല പോയത്തിലെ സ്റ്റാൻസ് എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കല്, വെറുതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കല്, അവിടുത്തെ 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 9 മാർക്ക് അവിടെ നിന്ന് വീണു അല്ലെ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ 9 മാർക്ക് നിങ്ങളുടെ സ്കിപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ A+ലേക്കുള്ള ദൂരം കുറച്ചുകൂടെ ടഫായിട്ട് മാറും അല്ലെ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ പോയത്തിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പോകണം. നമുക്ക് ആദ്യം പോയം നോക്കാം. ആദ്യത്തെ പോയം എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? തുടങ്ങിയ സമയത്ത് പഠിച്ചിരിക്കും അല്ലെ? നമ്മുടെ ജൂണിലൊക്കെ സ്കൂൾ തുടങ്ങിയ സമയത്ത് പഠിച്ചു പോയൊരു പോയായിരിക്കും. പോയത്തിന്റെ പേരെന്തായിരുന്നു? ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. കുട്ടികൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ മൊത്തത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാനായിട്ട് പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിന്റെ നോട്ട്സുകൾ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഈ PDF കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷെ ഇപ്പൊ സാർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു പോവാം. ഓക്കെ, സാർ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്തായിരുന്നു, പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ 3 സ്റ്റാൻസ് എഴുതിയിരിക്കുക. 1, 2, 3. 3 സ്റ്റാൻസ് ആയിട്ട് 3 പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ടില്ലേ? പോയം പറയുമ്പോൾ സാർ സ്റ്റാൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ 3 പാരഗ്രാഫ് ആയിട്ട് തിരിച്ചിട്ടില്ലേ? 3 പാരഗ്രാഫ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്തായിരുന്നു വരേണ്ടത്, ഇൻട്രൊഡക്ഷൻ അല്ലെ? ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ പാരഗ്രാഫില് ആ പോയത്തിന്റെ ബേസിക് തീം. മൂന്നാമത്തെ പാരഗ്രാഫില് പോയറ്റിക് ഡിവൈസ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പോയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഈ പോയം എല്ലാവർക്കും അറിയൂ? സാർ പെട്ടെന്നൊന്ന് സമ്മറൈസ് തരാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഇതൊരു പ്ലേ, നാടകം.
ആ നാടകത്തിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ആര്? ജൂലിയസ് സീസർ അല്ലെ. പുള്ളിക്കാരനെ ചതിച്ചു കൊല്ലും അല്ലെ, ബ്രൂട്ടസ് ഒക്കെ കൂടി ചതിച്ചു കൊല്ലും. ചതിച്ചു കൊന്നതിന് ശേഷം അത്രയും കാലം റോമൻസ് വളരെ കിട്ടില്ല മനുഷ്യൻ, നല്ലൊരു വ്യക്തിയായിട്ട് കണ്ടിരുന്ന ഒരാളാണ് ആര്? ജൂലിയസ് സീസർ. ആ ജൂലിയസ് സീസറെ കൊന്നുകളഞ്ഞു. ആരൊക്കെ? ബ്രൂട്ടസും കൂടുതലുള്ള ആൾക്കാരും കൂടി കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങൾ പുറത്താർ ജനങ്ങൾ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവരും ആരെ കൊന്നുകളയും? സീസറിനെ ഇല്ലാതാക്കിയ ബ്രൂട്ടസിനെ ആരെങ്കിലും വെറുതെ വിടും? എല്ലാരും കൂടി ആരെ കൊല്ലും? ബ്രൂട്ടസിനെ കൊല്ലും. അപ്പൊ ബ്രൂട്ടസ് എന്ത് ചെയ്ത്? ഈ കാര്യം പുറത്തറിയുന്നതിന് മുമ്പ് സീസറെ കുറിച്ച് മോശം കാര്യങ്ങൾ ആരോട് പറഞ്ഞു പരത്തി? ജനങ്ങളോട് പറഞ്ഞു വരുത്തി. അപ്പൊ ജനങ്ങളെ മനസ്സിൽ ആരോട് ദേഷ്യം വന്നു? സീസറിനോട് ദേഷ്യം വന്നു. ഇപ്പൊ ബ്രൂട്ടസ് എന്തായി? സേഫായി. ആ ഒരു സമയത്ത് ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ് ആര്? മാർക്ക് ആന്റണി. പുള്ളിക്കാരൻ ആ ഒരു സീസറെ ഫ്യൂണറൽ സമയത്ത് പറയുന്ന ഒരു സ്പീച്ചാണത്. ആ സ്പീച്ച് കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തായിരുന്നോ നമ്മുടെ സീസറിനോട് ജനങ്ങൾക്ക് ആരാധനയും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ബ്രൂട്ടസിനെ കള്ളം പറഞ്ഞു പറ്റിയപ്പോൾ ജനങ്ങൾക്ക് ആരോട് ദേഷ്യം വന്നു? ആ മരണ സമയത്ത്, ആ ഫ്യൂണറൽ സമയത്ത് എന്ത് വന്നു? ജനങ്ങൾക്ക് സീസറിനോട് ദേഷ്യം വന്നു. ആര് കാരണം? ബ്രൂട്ടസ് കള്ളം പറഞ്ഞു വരുത്തിയതാണ്. ഇനി മാർക്ക് ആന്റണി കയറിയിട്ട് ആ ഒരു പ്രസംഗ സമയത്ത് കയറിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൂട്ടസ് വളരെ നല്ലൊരു വ്യക്തിയാണ്, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾക്ക് ഒരു ഐഡിയ വന്നു, കള്ളം പറയുന്നത് ആരാണ്? ബ്രൂട്ടസ് ആണ്. സീസർ നല്ലവൻ തന്നെയായിരുന്നു, സീസറിനെ ചതിച്ചു കൊന്നതാണ് ആര്? ബ്രൂട്ടസ്. ജനങ്ങൾക്ക് ആരോട് തിരിച്ച് സ്നേഹം വന്നു? സീസറിനോട് സ്നേഹം വന്നു. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള തീം എന്ന് വെച്ചാൽ. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രൂട്ടസിന് എതിരെ നമ്മുടെ മാർക്ക് ആന്റണി സംസാരിക്കും. ബ്രൂട്ടസിന് എതിരെ ഒന്നും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ബ്രൂട്ടസിന് എപ്പോഴും എന്തായിട്ടാണ്? ഹോണറബിൾ മാൻ, വളരെ നല്ലൊരു വ്യക്തിയാണ് ആര്? ബ്രൂട്ടസ്. ഓക്കെ, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സാർക്കസ്റ്റിക് രീതിയിലാണ് ആരോട് ഇതാകുന്നത്? ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണ്, മാർക്ക് ആന്റണി പറയുന്നതിൽ എന്തോ സത്യങ്ങളുണ്ട്. അപ്പൊ ബ്രൂട്ടസ് എന്തായിരിക്കും? കള്ളനായിരിക്കും. അങ്ങനെ ജനങ്ങൾ ആർക്കെതിരെ തിരിയാണ്? ബ്രൂട്ടസിനെ തിരിയാണ്. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ട് ഒരു ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ. ഓക്കെ അല്ലേ? നമ്മുടെ ഷേക്സ്പിയർ ഒരു നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്നുള്ള ഒരു പോയം എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്പീച്ച് പോലെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്ക് ആന്റണി ആ സ്റ്റേജിലേക്ക്, ആ ഒരു ഫ്യൂണറൽ സമയത്ത് ആ ഒരു ഡാൻസിലേക്ക് വന്നിട്ട് ഫസ്റ്റ് തന്നെ എല്ലാവരും അഭിസംബോധന ചെയ്തതാണ്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. എന്താണ്? സുഹൃത്തുക്കളെ, റോമിലെ ജനങ്ങളെ, രാജ്യത്തുള്ള നാട്ടുകാരെ, ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അപ്രിസിയേഷനിലേക്ക് പോരാം. മാർക്ക് ആന്റണീസ് ഫ്യൂണറൽ സ്പീച്ച് ഇൻ ഷേക്സ്പിയേഴ്സ് ജൂലിയസ് സീസർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പാർട്സ് ഓഫ് ദ പ്ലേ. മാർക്ക് ആന്റണിയുടെ സ്പീച്ച്, മാർക്ക് ആന്റണിയുടെ എപ്പോഴത്തെ സ്പീച്ച്? ജൂലിയസ് സീസറിന്റെ ഫ്യൂണറൽ സമയത്തുള്ള സ്പീച്ച്. ഓക്കെ അല്ലേ? ഇത് ആരെയും എഴുതിയേക്കുന്ന പ്ലേ ആണ്? നമ്മുടെ ഷേക്സ്പിയർ ഒരു പ്ലേ ആണ്, ഒരു നാടകമാണ് അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്പീച്ച്. ആ ഒരു പ്ലേയിൽ, ആ മൊത്തം പ്ലേയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ മാർക്ക് ആന്റണി സ്പീച്ച് എന്ന് വെച്ചാൽ. ആഫ്റ്റർ ബ്രൂട്ടസ് ആൻഡ് ദ കോൺസ്പിറേറ്റേഴ്സ് ജസ്റ്റിഫൈ സീസേഴ്സ് മർഡർ ബൈ കോളിംഗ് ഹിം ആംബിഷ്യസ്. നമ്മുടെ ബ്രൂട്ടസും കോൺസ്പിറേറ്റേഴ്സും എന്ന് വെച്ചാൽ ബ്രൂട്ടസിന്റെ കൂടുതലുള്ള ആൾക്കാരും എന്ത് ചെയ്ത്? സീസറിനെ കൊന്നതിന് ശേഷം എന്ത് പറഞ്ഞു പരത്തി? സീസർ ആരാണ്? അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ ഒരുപാട് അത്യാഗ്രഹമുള്ള വ്യക്തിയാണ്. എന്ത് ചെയ്തു? പറഞ്ഞു പരത്തി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാർക്ക് ആന്റണി ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ആന്റണി ക്ലെവർലി ക്വസ്റ്റ്യൻസ് ദിസ് ക്ലെയിം. ആന്റണി എന്ത് ചെയ്തു? നേരെ ചെന്ന് ചോദിച്ചാ, ബ്രൂട്ടസേ, നീ പറഞ്ഞത് കള്ളോ അല്ലേ? അങ്ങനെ നേരിട്ട് ചെന്ന് ചോദിച്ചാ ഇല്ല. അങ്ങനെ ചോദിച്ചാൽ എന്ത് പറ്റും? ചിലപ്പോ മാർക്ക് ആന്റണിയും ആര് കൊന്നുകളയും? ബ്രൂട്ടസ് കൊന്നുകളയും. എന്നിട്ട് എന്ത് പറയും? സീസറിനെ പോലെ ഇവനും എന്തായിരുന്നു? ഒരു ട്രൈറ്റർ ആയിരുന്നു, ഒരു ചതിയനായിരുന്നു എന്ന് പറഞ്ഞു വരുത്തും. അപ്പോൾ നമ്മുടെ മാർക്ക് ആന്റണി ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് വളരെ കാമായിട്ട്. ബ്രൂട്ടസ് എന്താണ്? ഹോണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് സീസർ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മുടെ കോഫിൻസുകൾ, നമ്മുടെ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് എന്ത് ചെയ്തു? സ്വർണങ്ങൾ കൊണ്ടുവന്നു, രാജ്യം ഡെവലപ്പ് ആണ്ട് സഹായിച്ചു. പക്ഷേ സീസർ എന്താണ്? ദുഷ്ടനായിരുന്നു. എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബ്രൂട്ടസ് പറഞ്ഞു. അതുകൊണ്ട് ബ്രൂട്ടസ് എന്താണ്? നല്ലതാണ്. അപ്പൊ എന്താ പറയുക? സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. സീസർ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആര് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ മാർക്ക് ആന്റണി ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം എന്തു പറയും? ബ്രൂട്ടസ് നല്ലൊരാളാണ്. പക്ഷെ ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? സീസർ എന്താണ്? ചതിയനാണ്. ഇങ്ങനെയാണ് ആ ഒരു പോയം മൊത്തത്തിൽ എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ആന്റണി ക്ലെവർലി ക്വസ്റ്റ്യൻസ് ദിസ് ക്ലെയിം. ആന്റണി, മാർക്ക് ആന്റണി എന്താ നേരിട്ട് പോയിട്ട് ഒറ്റ തല്ലുപിടിക്കുകയാണ് ചെയ്യുന്നത്? അല്ല, വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബ്രൂട്ടസ് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, while pretending to praise the conspirators as honorable men. ഈ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ മാർക്ക് ആന്റണി ചെയ്യുന്ന കാര്യം എന്താണ്?
നമ്മുടെ കോൺസ്പിറേറ്റേഴ്സിനെ മാർക്കാൻ നമ്മുടെ ആരെയാണ് ബ്രൂട്ടസിനെ കൂടുതലുള്ള ആൾക്കാരെ എന്ത് പ്രൈസ് അവരൊക്കെ എന്താണ് ഹോണറബിൾ ആയിട്ടുള്ള നല്ല നല്ല വ്യക്തികളാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഹി യൂസസ് ഐറൺ ടു മേക്ക് ദ റോമൻ ക്രൗഡ് ഡൗട്ട് ദം. അപ്പൊ നേരത്തെ പറഞ്ഞാല് എന്ത് ചെയ്തു? സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു. അപ്പൊ ജനങ്ങൾ നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുന്നത്? സീസർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെ മനസ്സിൽ സീസർ എന്താണ്? വളരെ നല്ലൊരാളാണ്. ബ്രൂട്ടസ് പറഞ്ഞത് കൊണ്ട് മാത്രം ജനങ്ങളെ മനസ്സിലേക്ക് എന്ത് വന്നു? സീസർ മോശമായിട്ടുള്ള ഒരാളാന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ ജനങ്ങളെ മനസ്സിൽ ആദ്യം ആരോട് സ്നേഹം ഉണ്ടായിരുന്നു? സീസറിനോട് സ്നേഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സ്നേഹം വരാൻ കാരണം? സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ബ്രൂട്ടസ് പറഞ്ഞതിന് ശേഷം, ബ്രൂട്ടസ് കാണിച്ചു കൊടുത്തിട്ടില്ല, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പറഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് എന്ത് വരാൻ തുടങ്ങി? സീസറിനോട് മനസ്സിൽ വെറുപ്പ് വരാൻ തുടങ്ങി. മാർക്ക് ആന്റണി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു. സീസർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ തോന്നി ശരിയാണല്ലോ, സീസർ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. റോമൻസിനോട് എന്ത് ചെയ്തിട്ടില്ല? മോശമായിട്ടൊന്നും പെരുമാറില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ സീസർ എന്ത് ചെയ്ത? അയാളുടെ കൂടെ വിഷമമായിട്ട് കണ്ടു. അപ്പൊ ഇതൊക്കെ മനസ്സിലേക്ക് വന്നു. എന്നിട്ട് അപ്പൊ തന്നെ മാർക്ക് ആന്റണി എന്ന് പറയുന്നുണ്ട് ബ്രൂട്ടസും കൂടുതലുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ്. അപ്പൊ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ബ്രൂട്ടസ് പറഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ സീസർ മോശമാണ്, അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞങ്ങളുടെ എക്സ്പീരിയൻസ്, റോമൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് സീസർ എന്താണ്? നല്ലൊരു വ്യക്തിയാണ്. റോമൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് സീസർ നല്ല വ്യക്തിയാണ്. അപ്പൊ ഈ ബ്രൂട്ടസ് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എന്റെ സീസറിന് എന്ത് ചെയ്യണോ? മോശമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ജനങ്ങൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അല്ല? അതാണ് ഇതിന്റെ മൊത്തം ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ. ഓക്കെ അല്ലേ? സാർ ഒന്നുകൂടെ വായിക്കാം. Mark Antony's funeral speech in Shakespeare's Julius Caesar is one of the most powerful part of the play. After Brutus and their conspirators justified Caesar's murder by calling him ambitious, Antony cleverly questions this claim while pretending to praise the conspirators as honorable men. He uses irony to make the Roman crowd doubt them. അപ്പൊ ഈ പുള്ളിക്കാരൻ ഈ സ്പീച്ച് ഡെലിവറി ചെയ്തതിനു ശേഷം ആ റോമിലുള്ള ക്രൗഡ്, ആ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രൂട്ടസിനോ എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ തെറ്റുകാരനല്ലേ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? നോക്കാൻ തുടങ്ങി. ഓക്കെ ആണോ? അപ്പൊ ഇൻട്രൊഡക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രൊഡക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? ആരെ പ്ലേ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഷേക്സ്പിയർ പ്ലേ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രൂട്ടസ്, സീസർ, മാർക്ക് ആന്റണി, ഇവർ 3 പേരാണ് അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ആൾക്കാർ. അവരെ ഞാൻ മെൻഷൻ ചെയ്തു. എന്താണ് ഇതിന്റെ മൊത്തം ഔട്ട്ലൈൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാനത് എത്ര ലൈനിൽ തീർത്തു? ഇതിൽ 4 ലൈനിൽ തീർത്തിട്ടുണ്ട്. ശരിയല്ലേ? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? 6 ലൈനിലേക്കുള്ള പോവാം. അത്രയും ലൈൻ കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ലൈൻസ് ഉള്ള ഒരു പോയാണ്. അത് ഞാൻ വേറെ എത്ര ലൈൻ കൊണ്ട് തീർത്തു? 4 ലൈനും 6 ലൈനും കൊണ്ട് തീർത്തു. ഇങ്ങനെ വേണം ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് നമ്മൾ എന്ത് പറയാനായിട്ടാണ്? പോയത്തിന്റെ മൊത്തത്തിലുള്ള തീം എന്താണ്? ആ പോയം ഡിസ്കസ് ചെയ്യുന്ന തീമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എത്ര സ്റ്റാൻസ് ആണോ തന്നത് അത് മാത്രം എന്ത് ചെയ്താൽ മതി? ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്റ്റാൻസ് ആണെന്ന് വെച്ചാൽ മാർക്ക് ആന്റണി സീസറിനെ പ്രൈസ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പൊ അത് മാത്രം അവിടെ വന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് സ്റ്റാൻസ നമ്മൾ എന്താണ്? ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്? പോയറ്റിക് ഡിവൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഐറണി, പിന്നെന്താണ്? പേഴ്സോണിഫിക്കേഷൻ, ഓഡിറ്ററി ഇമേജ്. കണ്ട, സീസർ വെപ്റ്റ്, സീസർ കരഞ്ഞു, എന്റെ വിഷമം. റോമൻസിന് വിഷമം ആരെ വിഷമായിട്ട് കണ്ടു? സീസർ വിഷമായിട്ടുണ്ട്. അവര് കരഞ്ഞപ്പോ കൂടെ ആരും കരഞ്ഞു? നമ്മുടെ സീസറും കരഞ്ഞു അല്ലെ? സീസർ കരയുക, അതെന്താണ്? കേൾക്കുന്ന ആരും അല്ലേ? ഇതാണ് ഓഡിറ്ററി ഇമേജ്. പിന്നെ എന്താ വരുന്ന? വിഷ്വൽ ഇമേജ് വരുന്നുണ്ട്. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ, എന്റെ ഹൃദയം കോഫിലാണ്. ആ ഒരു ശവകുടീരത്തിലാണ്. ആരുടെ ഒപ്പം? നമ്മുടെ സീസറെ ശവകുടീരത്തിലാണ് മാർക്ക് ആന്റണിയുടെ ഹൃദയം. അത് പറയുന്നുണ്ട്. അത് കാണാൻ പറ്റുന്ന കാര്യമല്ലേ? പക്ഷെ പറിച്ചെടുത്ത് വെച്ചെന്നല്ല, അത് വിഷ്വൽ ഇമേജ് ആണ് കേട്ടോ. പിന്നീട് വരുന്ന ആലിട്രേഷൻ, കണ്ടോ? സ്റ്റാഫ്. പിന്നീട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. നമ്മുടെ പോയറ്റിക് ഡിവൈസ് ആയിട്ട് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? പോയത്തിന്റെ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുക? ശരിക്കും ശ്രദ്ധിച്ച് കാര്യങ്ങൾ പോവാം. ഓക്കെ ആണോ? അപ്പൊ ഇനിയുള്ള പോയത്തില് സാർ എന്ത് ചെയ്യുന്നില്ല, മൊത്തത്തില് ഇൻട്രൊഡക്ഷനും മാറ്ററും പറയുന്നില്ല. അത് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ റിട്ടേൺ ആയിട്ട് വരുന്നത് എന്ത് മാത്രമാണ്? പോയറ്റിക് ഡിവൈസ് ആണ്. പോയറ്റിക് ഡിവൈസ് ആണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് പോകണ്ട കേട്ടോ. ഇനി രണ്ടാമത്തെ പോയം. ഇപ്പൊ ഫസ്റ്റ് പോയം അല്ലെങ്കിൽ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം സ്ക്രോൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. ഡൗട്ടുള്ള ഭാഗം മാത്രം എന്ത് ഒന്നൊന്ന് കവർ ചെയ്തു കേട്ടോ. ഇനി അടുത്ത പോയം എന്ന് വെച്ചാൽ ഏതായിരുന്നു? ദ സീഡ്ലിംഗ്. സീഡ്ലിംഗില് ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു വിത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ആ വിത്ത് കുഴിച്ചിട്ടു, അതെന്ത് ചെയ്തു? കുഴിച്ചിട്ട വിത്ത് മണ്ണിനടിയിൽ ആ
ബെഡിൽ കിടക്കാണ്, മണ്ണിനടിയിലുള്ള ബെഡിൽ, ഇരുട്ടായിട്ടുള്ള ബെഡിൽ കിടക്കാണ്. അതവിടെ കിടന്നുകൊണ്ടിരുന്നോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? അവൻ പതിയെ പൊട്ടി എന്ത് ചെയ്തു? മുളച്ച് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് ആദ്യം ചെറിയൊരു തരിയായിട്ടായിരിക്കും. പതിയെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വലിയ മരമായിട്ട് മാറാൻ തുടങ്ങി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു തീം എന്ന് വെച്ചാൽ. പക്ഷെ ഇവിടെ ആ വിത്തിനെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? നമ്മൾ ഓരോരുത്തരായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മുടെ ലൈഫ് എന്നുള്ളത് ആ ഒരു സീഡ് പോലെയാണ്. അത് എപ്പോഴും മണ്ണിനടിയിൽ കുഴിച്ചിടണം അല്ലെ? പുറത്ത് വെച്ചിട്ട് കാര്യം സീഡ് പുറത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെ കുഴിച്ചിടണം? മണ്ണിനടിയിൽ കുഴിച്ചിടണം. കുഴിച്ചിട്ടിട്ട് അതിന് എന്ത് കിട്ടും? സൂര്യപ്രകാശവും കിട്ടും, മഴയിൽ നിന്ന് വെള്ളവും കിട്ടും. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് വളർന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വിത്തുകൾ വിതച്ച് എല്ലാ വിത്തും ചെടികളായി മാറണമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല അല്ലെ? ചിലത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചെടികളായിട്ട് വളർന്നു വെച്ചാൽ എല്ലാവർക്കും ഈക്വലായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട്, മഴവെള്ളവും കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആ വിത്ത് മാറിയിട്ട് എന്തായിട്ടും ചെടിയായിട്ട് മാറുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങൾ എന്താണ്? സെയിം ആണ്. പക്ഷെ ആ അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രമേ എവിടേക്ക് വരുള്ളൂ? ആ വിത്തെല്ലാം പൊട്ടി നേരെ പുറത്തേക്ക് ചെടിയായിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ? ആ ചെടിയായിട്ട് പുറത്തേക്ക് വന്നാൽ ആ മഴയും വെയിലും നിൽക്കോ? ഇല്ല. അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തന്നുകൊണ്ടിരിക്കും. മണ്ണിനടിയിലായി പോയാലോ? അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പൊ നമ്മളായിട്ടൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ, നമ്മളൊരു സീഡാണ്, നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയിട്ട് എന്തായിട്ട് മാറും? ഒരു ചെറിയ ചെടിയായിട്ട് മാറും. ചെടിയായിട്ട് പുറത്തേക്ക് വന്നു. ചെടിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. നമ്മൾ ചുറ്റുപാടും എന്ത് ചെയ്യും? വളർന്ന് പന്തലിക്കും. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്പയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫ് സീഡ് പോലെയാണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആ സഹായം ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. സഹായിക്കാത്തവരുമുണ്ട് അല്ലെ? അപ്പൊ സഹായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്നുള്ള ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അത് യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതാണ് പോയത്തിന്റെ ബേസിക് മീനിങ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ?